മാഷെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ പോയി ഇരുട്ടന്റെ മറവിൽ കണ്ടതെന്തിന്? കഴിഞ്ഞ ദിവസം മുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. രാഹുൽ പറയുന്നു, ഒരു നേതാവ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ആ നേതാവിനെ അൻവറിന്റെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ വിളിക്കുകയും ചെയ്തു. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് സതീശൻ അല്ല എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അൻവർ UDF-മായി ഇടഞ്ഞു നിൽക്കുമ്പോഴും സതീശനുമായും അൻവർ ഇടഞ്ഞു നിൽക്കുമ്പോഴും UDF-ലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സതീശനേക്കാൾ മുകളിലുള്ള ഒരു നേതാവിന്റെ പിന്തുണയോടുകൂടി ആയിരിക്കില്ലേ രാഹുൽ മാങ്കൂട്ടം അൻവറിന്റെ വീട്ടിലെത്തിയത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്ദർശനത്തെ നല്ല രീതിയിലാണ് നമ്മുടെ ട്രോളന്മാർ ട്രോൾ ചെയ്ത്. കാരണം എന്ത് പ്രവർത്തനത്തിന് പോകുന്ന സമയത്തും ടെലിവിഷൻ അതേപോലെ മാധ്യമപ്രവർത്തകർ അവർക്കൊക്കെ നേരത്തെ തന്നെ സന്ദേശങ്ങൾ അയച്ചിട്ടാണ് മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താറുള്ളത്. അത് പുതിയ കാലത്തെ ഒരു സാങ്കേതിക വിദ്യയെ മികച്ച രീതിയിൽ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ രാത്രിയിൽ ഒരാളെ സന്ദർശിക്കാൻ രഹസ്യമായിട്ട് പോകുമ്പോൾ മാധ്യമങ്ങളെ വിളിച്ചു നിർത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ രാത്രി യാത്ര ആരും അറിയാതെയായി. പക്ഷേ അതിൽ അയാൾ കുടുങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ യാത്ര തന്നെ സതീശനെതിരായ യാത്രയായി മാറി. കാരണം സതീശൻ വളരെ വ്യക്തമായിട്ടുള്ള നിലപാടെടുത്ത് അൻവറിനെതിരെ വാതിലടച്ച് നിൽക്കുന്ന സമയത്താണ് സതീശൻ അറിയാതെ സതീശൻ വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറെ കാണാൻ പോവുകയും അൻവറെ UDF-നൊപ്പം നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് അതുവരെ ഉണ്ടായിരുന്ന UDF-ൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പിരിറ്റിനെതിരായിരുന്നു. കാരണം ഇതിനകത്ത് UDF രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കുന്നത് നിലപാടെടുത്തതിൻ്റെ പേരിലാണ്. നിലപാടെടുത്തതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടിയാണ് എടുക്കേണ്ടത്, അതല്ലാതെ പുറത്തു നിന്ന ഒരാളല്ല എന്ന നിലപാട്. അതാണ് നിലപാട്. ഇപ്പോൾ CPM-ലൊന്നും ആ തരത്തിൽ ആരും ചെല്ലാറില്ല. CPM-ൻ്റെ തീരുമാനം എടുക്കാനായിട്ട് പുറത്തു നിന്ന് ആർക്കെങ്കിലും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അസാധ്യമായ കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ പക്ഷേ അതൊക്കെ പറ്റും. കോൺഗ്രസ് അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള പ്രസ്ഥാനമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ധാരണ പൊതുവെ വന്നത്. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അന്തസത്ത തന്നെ ചോർന്നു പോവുകയും കോൺഗ്രസ് ഒരു ഊതുകുറിപ്പിക്കപ്പെട്ട ബലൂൺ എങ്ങനെ കാറ്റഴിച്ചു വിട്ടാൽ ഇല്ലാതാവും അതേപോലെ ആയിത്തീരുമെന്ന് കരുതിയത് കൊണ്ടാണ് വളരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം തയ്യാറായി. അത് വളരെ ശക്തമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ നിൽക്കുകയും ചെയ്തു. അങ്ങനെ VD സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ആ രാഷ്ട്രീയ നിലപാടിനെ തകർക്കുന്ന ഒരു യാത്രയായിപ്പോയി ഇയാളുടെ രാത്രി യാത്ര. അതാണ് പ്രശ്നം. അത് മാത്രമല്ല, വളരെ ആദർശാത്മകമായിട്ട് രാഷ്ട്രീയത്തിൽ എവിടെവിടുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാത്രി സഞ്ചാരം നടത്തിയത് എന്ന ചോദ്യം അതിശക്തമായിട്ട് ഉയർന്നു വന്നു. മാത്രമല്ല, ഇയാളുടെ ഈ രാത്രി യാത്രയെ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല, പാർട്ടി ആരും അങ്ങനെ സംസാരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ലെന്ന് സതീശൻ പറയുകയും ചെയ്തു. അങ്ങനെ മാങ്കൂട്ടത്തിൽ പെരുവഴിയിലായി. അപ്പോഴാണ് മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോയതല്ല, എന്നെ കോൺഗ്രസ്സിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് വിളിച്ച് പറഞ്ഞിട്ട് മാത്രം പോയതാണ്. മാത്രമല്ല, ഞാൻ അവിടെ എത്തി ആ നേതാവിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു എന്ന് മാങ്കൂട്ടത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആരായിരിക്കാം എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു സാധ്യതയുള്ള KC വേണുഗോപാൽ എന്നത് മാത്രമാണ്. കാരണം KC വേണുഗോപാലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ചെയ്യുന്നതനുസരിച്ച്, അദ്ദേഹം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം ഹൈക്കമാൻഡ് ആണ്. അതാണ് ഹൈക്കമാൻഡ് കേരളത്തിൽ. അപ്പോൾ അൻവർ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, KC വേണുഗോപാലിലാണ് ഇനി എൻ്റെ എല്ലാ പ്രതീക്ഷയും. KC പറയുന്നവരെ ഞാൻ ചെയ്യും എന്നൊരു സൂചന നേരത്തെ കൊടുത്തിരുന്നു. പക്ഷേ KC കോഴിക്കോട് എത്തിയിട്ടും അൻവറിനെ കണ്ടില്ല. അൻവറിനെ അങ്ങനെ കാണാനായിട്ട് സമ്മതിക്കാതിരുന്നത് സതീശനും കൂട്ടരുമാണ് എന്ന് അൻവർ പിന്നീട് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ കൃത്യമാണ്. KCക്ക് അൻവറുമായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. KCക്ക് അൻവറിനെ UDF-നൊപ്പം തന്നെ നിർത്തണം എന്നുണ്ടായിരുന്നു.
പക്ഷേ ഇവരുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് മൂലം അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. എങ്കിൽ രഹസ്യമായി സന്ദേശം കൈമാറുകയും അത്തരത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എന്ന് അദ്ദേഹം വിചാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം മാങ്കൂട്ടത്തിലിനെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടാവുക. അതാണ് മാങ്കൂട്ടത്തിൽ പറഞ്ഞ എന്നെ പ്രമുഖനായിട്ടുള്ള നേതാവ് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതെന്ന്. ഇനി അതുകൂടാതെ ഒരു വെർഷനും കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അത് മാങ്കൂട്ടത്തിൽ തുറന്നു പറയാൻ സാധ്യതയില്ലാത്ത ഒരു വെർഷനാണ്. അത് പാലക്കാട് തിരഞ്ഞെടുപ്പിലൂടെയാണ് മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, MLA വരുന്നത്. അവിടുത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ എന്ന് പറയുന്നത്, പാർട്ടി കോൺഗ്രസ്സിന് പുറത്തുള്ള അനുയായികൾ എന്ന് പറയുന്നത് SDPക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചില നേതാക്കൾ വ്യക്തിപരമായിട്ടുള്ള വളരെ അടുപ്പത്തിൻ്റെ പുറത്ത് ഈ സംഭവത്തിൽ അൻവർ പുറത്തു പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ അട്ടിമറി എന്ന് നമുക്ക് വിശേഷിക്കാം. അതാണ് സംഭവിക്കാൻ ഇപ്പോൾ പോകുന്നത്. അത് നടക്കാതെ പോകാൻ, അല്ലെങ്കിൽ അതങ്ങനെ വരാതിരിക്കാൻ ഇവർക്കെല്ലാവർക്കും കൂടി അൻവറിനെ ഒരു സ്ഥാനാർത്ഥിയാക്കി, ഈ UDFൻ്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയോ അല്ലെങ്കിൽ ഭാവിയിൽ അൻവർ UDFൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരായിരിക്കണം ഇദ്ദേഹത്തെ പറഞ്ഞയച്ചത് എന്നതുള്ളതാണ് രണ്ടാമത്തെ വെർഷൻ എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ UDFലും LDFലും ഒക്കെ സമ്മർദ്ദം ചെലുത്താനും സ്വാധീനം ഉറപ്പിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള ചില ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ LDFൽ അതിനുള്ള സ്പേസ് നഷ്ടമായി. LDF ശക്തമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവരെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയ നിലപാടാണ്. അതിൻ്റെ ഭാഗത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ എന്നുവെച്ചാൽ ഇവരെ എതിർക്കുന്നതായിട്ടുള്ള കക്ഷികൾ, പ്രത്യേകിച്ച് ഹിന്ദുത്വ ശക്തികൾ പോലും ചിലപ്പോൾ CPM വോട്ട് ചെയ്തേക്കും എന്ന് കരുതിയിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഈ ഒരു തരം ഡയലോഗ് അവിടെ വെച്ചിരിക്കും. പക്ഷേ ഇപ്പോഴല്ല, കുറേ നാളായിട്ട് CPM എടുത്ത നിലപാട് കേരളത്തിൽ ഇപ്പോൾ അതാണ്. SDPക്കെതിരും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സമരത്തിലുണ്ടെങ്കിൽ പോലും CPMനെ പിന്നെ അവിടെ നമുക്ക് കാണാനായിട്ട്, എന്ന് വെച്ചാൽ അവരെ തീർച്ചയായിട്ടും ഇവർ അവഗണിച്ച് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഇപ്പോൾ UDFനൊപ്പമാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗ്രൂപ്പിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അൻവർ കൂടെ ഉണ്ടാവണമെന്നാണ്. കാരണം അൻവരാണ് അവർക്ക് ഇവരെക്കാളൊക്കെ സ്വീകാര്യനായിട്ടുള്ള വ്യക്തി. ഇപ്പോൾ സ്ഥാനാർത്ഥി ആയില്ലെങ്കിലും UDFനൊപ്പം അൻവർ ഉണ്ടെങ്കിൽ നല്ലത് എന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് അവരുടെ ഒരു മെസ്സഞ്ചറായിട്ട് കൂടിയാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയത് എന്നുള്ളൊരു വ്യാഖ്യാനം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. മറ്റത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. കാരണം അത് കോൺഗ്രസ് പാർട്ടിക്കകത്തു നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വീകാര്യതയുടെ ഫലമായിട്ടാണ് ഈ പ്രമുഖനായിട്ടുള്ള നേതാവ് അദ്ദേഹത്തെ നേരിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഒരു നടപടിയും ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ വെല്ലുവിളിക്ക് പിന്നാലെയാണ് M സ്വരാജ് എന്ന് പറയുന്ന CPMന്റെ അതിശക്തനായ ഒരു നേതാവിനെ നിലമ്പൂരിൽ നിർത്തിയത്. ഈ വെല്ലുവിളിക്ക് പിന്നിലും ഇത്തരം ചില പദ്ധതികൾ, അതായത് ഇപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ സതീശന്റെ ശത്രുപക്ഷത്താകും. KC പറഞ്ഞിട്ടാണ് രാഹുൽ അൻവറിനെ കാണാൻ പോയത് എങ്കിൽ തീർച്ചയായിട്ടും ശത്രുപക്ഷത്താകും രാഹുൽ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു വലിയ ഗൂഢാലോചനയുടെ പുറത്തായിരിക്കില്ലേ ഈ സ്ഥാനാർത്ഥി വെല്ലുവിളി? ഇപ്പൊ ഇന്നലെ PM ആർഷോ വരെ പറഞ്ഞു വെല്ലുവിളിയാണ് സാറേ ഇവന്റെ മെയിൻ പരിപാടി എന്ന്. അപ്പൊ അത്തരം ഡയലോഗുകളൊക്കെ ആർഷയോടൊക്കെ ഇന്നലെയാണ് ആദ്യമായി ജീവിതത്തിൽ ഒരു ബഹുമാനമൊക്കെ എനിക്ക് തോന്നിയത്. അപ്പോ അത്തരം ഒരു കാര്യം, അങ്ങനെ സ്വരാജിനെ അവിടെ നിർത്തണം എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു വെല്ലുവിളി നടത്തി അല്ലെങ്കിൽ ശക്തനായ ഒരു എതിരാളി നമുക്കുണ്ടാകണം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് തകരണം എന്നുകൂടി ഒരു ചിന്തയുണ്ടോ? രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ളൂ. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സതീശനുമായിട്ട് വളരെ അടുത്ത രാഷ്ട്രീയ ബന്ധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പുലർത്തിപ്പോന്നിരുന്നത്. പക്ഷേ ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരും. എങ്ങനെ VD സതീശന് മുകളിലേക്ക് കയറാനായിട്ട് പറ്റുമെന്നായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചിലപ്പോൾ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് KC വേണുഗോപാൽ ഇങ്ങനെ ഒരു മെസ്സഞ്ചർ ആവാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ചാടിപ്പിടിക്കുന്നത്. അല്ലെങ്കിൽ പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഏതൊരു മനുഷ്യനും അറിയാവുന്നൊരു കാര്യമാണ്. ഇതുകൊണ്ട് തന്നെ ഇമേജ് നശിച്ചു പോകുന്നുള്ളതായിരുന്നു. കാരണം ഇതൊരു നല്ല പരിപാടി ആയിരുന്നില്ല. എന്തായാലും കോൺഗ്രസ്സുകാരും തന്നെ അംഗീകരിക്കുന്ന കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത രീതിയാണ്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തതെന്ന് ചോദിച്ചാൽ,
നേരത്തെ പറഞ്ഞ രണ്ട് ശക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ഭാവിയിൽ അപകടകരമായ രീതിയിലുള്ള വേറൊരു ഗ്രൂപ്പ് രൂപീകരണ പ്രക്രിയയിലേക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണ്, ഇതിൻ്റെ പിന്നിലൊക്കെ വൻ ഗൂഢാലോചനകളും പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3 എന്നൊക്കെ പറഞ്ഞായിട്ടുള്ള പ്രക്രിയകളൊക്കെ ഉണ്ടാവും. അങ്ങനെയായിരിക്കാം വെല്ലുവിളി. സ്വരാജിനെ വെല്ലുവിളിച്ച് എത്തിക്കുകയാണ് ചെയ്യുന്നത്. വാട എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി അങ്ങനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റി. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുമ്പോൾ അത് ആത്യന്തികമായിട്ട് ഇത്തരം തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിൽ പല സങ്കീർണങ്ങളും നിലനിൽക്കുന്ന മറ്റേതെങ്കിലും ഘട്ടത്തിലാണെന്ന് വെച്ചാൽ അങ്ങനെ വെല്ലുവിളിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നിലമ്പൂര് അത് പ്രശ്നമായി ഇപ്പം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ആരോപിക്കപ്പെട്ടാൽ അത് നമുക്കില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്.